ഞാനീ പറയുന്ന സംഭവം നടന്നത് 2002 ജൂൺ 20-നാണ് എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പം ഒന്ന് കിഴക്കമ്പലം ഭാഗത്ത് ഈ കാച്ചപ്പള്ളി ജ്വല്ലറി ഉണ്ട്, ഒരു മാത്യു ജോണിൻ്റെ ആണത്. അപ്പോൾ സാധാരണ നിലയ്ക്ക് മിക്ക സ്വർണ്ണ കച്ചവടക്കാരും സ്വർണ്ണക്കട പൂട്ടി പോകുമ്പോൾ അവർക്ക് നല്ല ഷെൽഫ് ഉണ്ടെങ്കിൽ, ഗോദ്രേജിൻ്റെയൊക്കെ നല്ലൊരു സ്റ്റോർ റൂം ഉണ്ടെങ്കിൽ അതിൽ വെച്ച് സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ ഈ ഷോ കേസിൽ നിന്നെടുത്ത് ഈ പറയുന്ന സ്റ്റോർ റൂമിൽ വെച്ച് പൂട്ടിയിട്ടാണ് പോകാറ്. ഇല്ലാത്തൊരു സാധാരണ ഇത് എല്ലാം കൂടി പാക്ക് ചെയ്ത്, ചെറിയ കടക്കാരങ്ങനെ ചേർ പാക്ക് ചെയ്ത് നേരെ വീട്ടിൽ കൊണ്ടുപോകും. അപ്പോൾ ചെറിയ കടക്കാരനെ സംബന്ധിച്ചൊരു സ്ട്രോങ് റൂം ഇല്ലെങ്കിൽ ഒരു സീക്രട്ട് അറ ഉണ്ടാക്കി അത് കോൺക്രീറ്റ് ചെയ്ത് അതിലൊരു ഗോദ്രേജിൻ്റെ സേഫ് അല്ലെങ്കിൽ സ്ട്രോങ് റൂമൊക്കെ മേടിച്ച് വെക്കുമ്പോൾ വലിയൊരു പൈസയാവും. അപ്പോൾ ഈ കാച്ചപ്പള്ളി ജ്വല്ലറി നടത്തുന്ന മാത്യു ജോൺ വളരെ 2.5-3 കിലോ ഒക്കെ കൊണ്ട് സ്വർണ്ണാഭരണം മാത്രമായിട്ട് കച്ചവടം നടത്തുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ജൂൺ 20 കടയൊക്കെ പൂട്ടി സാധാരണ പോലെ എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ അദ്ദേഹം ഒരു സ്കൂട്ടറിലാണ് പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 2 കുട്ടികളുമുണ്ട്. മൂത്ത കുട്ടി ഹൈസ്കൂളിൽ പഠിക്കുന്ന, ഇളയ കുട്ടിയും അതിൻ്റെ താഴെയുള്ള കുട്ടിയും വിദ്യാർത്ഥിയാണ്. അപ്പോൾ മൂത്ത കുട്ടീൻ്റെ പേര് എനിക്ക് കൊണ്ട് അനിൽ മാത്യു എന്നാണ്. അപ്പോൾ ഈ സ്വർണ്ണക്കട പൂട്ടി ഇവർ 2 കുട്ടികളും ഈ പറഞ്ഞ അപ്പച്ചനും കൂടി സ്കൂട്ടറിൽ വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് കുറച്ച് പേര് ഇവരെ തടഞ്ഞു നിർത്തുകയാണ്. ഒരു കാറും കൊണ്ട് ബ്ലോക്ക് ചെയ്ത് ഇവരെ തടഞ്ഞു നിർത്തി. ഇവർ തടഞ്ഞു നിർത്തി ഈ പറയുന്ന മാത്യു ജോണിന് ഈ വന്നിരുന്നവർ ഒരു 8-9 പേരുണ്ടാവുമെന്ന് തോന്നുന്നു, അവർ വെട്ടി പരിക്കേൽപ്പിച്ചു. അപ്പോൾ ഈ മാത്യു ജോണിൻ്റെ കൈപ്പത്തി ഏകദേശം അറ്റുപോകുന്ന അവസ്ഥയായി. ഈ അപ്പച്ചനെ വെട്ടുന്നാണ്ട് ബഹളം കൂട്ടി തടയാൻ ചെന്ന മൂത്ത മോനവർ നന്നായിട്ട് വെട്ടി പരിക്കേൽപ്പിച്ചു. ഇളയ മോൻ ഭയങ്കര ബഹളവും കരച്ചിലൊക്കെ കേട്ട് ഇത് കണ്ട് ഓടി, വലിയ ബഹളവും കരച്ചിലൊക്കെ കേട്ട് നാട്ടുകാർ ഓടിക്കൂടിയപ്പോഴേക്കും ആ പ്രദേശത്തുള്ളവർ ഓടിയെത്തുമ്പോൾ ഇവരുടെ കയ്യിലുണ്ടായിരുന്ന നാടൻ ബോംബ് അതെറിഞ്ഞ് ഇവരെ ഭീഷണിപ്പെടുത്തി. ഈ ബോംബ് പൊട്ടുന്ന ഒച്ച കേട്ടിട്ട് നാട്ടുകാരും അടുത്തില്ല. അപ്പോൾ ഈ വന്നിരുന്നവരെ അവർ വന്നിരുന്ന വണ്ടി കയറി വാഹനത്തിൽ കയറി രക്ഷപ്പെട്ടു. പക്ഷെ ഇതിനെ പിന്നീട് ഒരു കേസെടുത്തു, പോലീസിൽ പരാതിപ്പെട്ട് കേസെടുത്ത് ഇവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ ഇയാളുടെ കൈ ഏകദേശം പിന്നീട് വീണ്ടും തുന്നിച്ചേർക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി. നമ്മുടെ മൂവാറ്റുപുഴ ജോസഫ് സാറിൻ്റെ കൈ തുന്നിച്ചേർക്കുന്നോട്ട് ഈ കൈ തുന്നിച്ചേർത്തു. ഈ മകൻ, ഈ ഹൈസ്കൂളിൽ പഠിക്കുന്ന മകനെ ഏകദേശം 18ഓളം വെട്ടുകളുണ്ടായിരുന്നു. വളരെ ക്രൂരമായിട്ട് തന്നെ വെട്ടി പരിക്കേൽപ്പിച്ചതാണ്. ഇവരാക്രമിച്ചവർ ആ സ്വർണ്ണാഭരണം അടങ്ങിയ ബാഗ് മുഴുവൻ തട്ടിപ്പറിച്ച് കൊണ്ടുപോവുകയും ചെയ്തു. ആ സ്വർണ്ണാഭരണം 2.5 കിലോ സ്വർണ്ണാഭരണം ഇവർക്ക് നഷ്ടപ്പെടുകയും ചെയ്തു. ഇത് കാച്ചപ്പള്ളി ചെറിയ ഇതായിട്ട് 2-2.5-3 കിലോ സ്വർണ്ണമൊക്കെ കൊണ്ട് കച്ചവടം ചെയ്യുന്ന ഒരാളാണ്. ഇതിനോടനുബന്ധിച്ച് കിഴക്കമ്പലം പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. ആ കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഏകദേശം 2 വർഷക്കാലത്തോളം കിഴക്കമ്പലം പോലീസ് നടത്തി. അപ്പോൾ പോലീസ് അന്ന് ഇതേപോലെ ഉള്ള കുറ്റകൃത്യം നടത്താൻ സാധ്യതയുള്ള എല്ലാ ആളുകളെയും എറണാകുളം ജില്ലയിലുള്ളവരുടെ ലിസ്റ്റ് മുഴുവൻ എടുത്തു. അതിന് നമുക്ക് CCTNS എന്ന് പറഞ്ഞൊരു പ്രൊവിഷനുണ്ട്, അതനുസരിച്ച് അവരെ മുഴുവൻ ലിസ്റ്റ് എടുത്തു. പക്ഷെ അവരെയൊക്കെ വെരിഫൈ ചെയ്ത് അവരുടെ കോംപ്ലിസിറ്റി മുഴുവൻ വെരിഫൈ ചെയ്യാമെന്ന് പറയും. അവരുടെ ആ ദിവസത്തെ അവരുടെ പ്രവൃത്തികൾ മുഴുവൻ വെരിഫൈ ചെയ്തു. അപ്പോൾ അവരാരും ഇതിൽ ഉൾപ്പെട്ടതായിട്ട് കണ്ടിട്ടില്ല. കോട്ടയത്ത് എന്ന് വന്ന ഏതെങ്കിലും ടീം ചെയ്യാൻ ചാൻസ് ഉണ്ടോ എന്ന് നോക്കി. കോട്ടയത്തുള്ളൊരു ടീമും ഈ കേസിൽ ഉൾപ്പെട്ടതായിട്ട് അവർക്ക് ഇൻഫർമേഷൻ കിട്ടിയില്ല. പിന്നെ ഇതുപോലെ തന്നെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന തൃശ്ശൂരുള്ള ഗുണ്ടകളായിട്ടും ഡക്കോയിറ്റ് നടന്ന ടീമിനെയും വെരിഫൈ ചെയ്തു. അതിനെപ്പറ്റിയും ഇൻഫർമേഷനൊന്നുമില്ല. അപ്പോൾ 2 കൊല്ലക്കാലത്തോളം അന്വേഷിച്ചിട്ട് ഇവരൊന്നും കിട്ടാത്തതുകൊണ്ട് ഈ കാച്ചപ്പള്ളി മാത്യു ജോണിൻ്റെ പരാതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കേസ് അന്നത്തെ DGP ക്രൈംബ്രാഞ്ചിന് റെഫർ ചെയ്തു. അപ്പോൾ പിന്നീട് ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത് ക്രൈംബ്രാഞ്ചാണ്. അപ്പോൾ ക്രൈംബ്രാഞ്ച് ആകുമ്പോൾ ലോക്കൽ പോലീസ് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയാലും സാധാരണ രീതി അനുസരിച്ച് ആ ഫയൽ മുഴുവൻ പരിശോധിച്ച് നോക്കിയിട്ട് ആ ഫയലിൽ കാണുന്ന പോരായ്മകൾ മുഴുവൻ ആദ്യം എഴുതും. അതിലെന്തൊക്കെ വിട്ടുപോയിട്ടുണ്ടെന്ന് ആദ്യം നോക്കും. ആ കേസിൽ വേറെ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ ബാക്കിയുണ്ട് എന്നുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് ഒരു ഫർദർ ഇൻവെസ്റ്റിഗേഷൻ, ശരിക്കും പറഞ്ഞാൽ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാലും ശരിക്കും പറഞ്ഞാൽ വേണമെങ്കിൽ ഫ്രഷ് ഇൻവെസ്റ്റിഗേഷൻ തന്നെ പറയാം. നിയമപരമായിട്ട് ഫർദർ ഇൻവെസ്റ്റിഗേഷനാണ് ശരി എന്നുള്ളൂ. ക്രൈംബ്രാഞ്ച് തുടങ്ങിയാണ്. അപ്പം ഞാൻ തൃക്കാക്കര AC ആയിരിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ ഈ കേസിനെ പറ്റി കേട്ടിട്ട്, അത് അന്ന് എൻ്റെ അധികാരപരിധിയിൽ വരുന്നില്ലെങ്കിൽ തന്നെ, ഞാനൊരു പഴയ കേസാണെങ്കിൽ തന്നെ അത് ഞാൻ ഇദ്ദേഹത്തെ പോയി കാണും, ഈ കാച്ചപ്പള്ളിയിൽ പോയി കാണും, ഈ സംഭവസ്ഥലം സന്ദർശിക്കുകയും
കാച്ചപ്പള്ളിയോട് വിവരങ്ങൾ ആരെയൊക്കെ ചെയ്തിട്ടുണ്ട്. കാച്ചപ്പള്ളി 1-2 തവണ അന്ന് തൃക്കാക്കര എസിൻ്റെ ഓഫീസ് എന്ന എടപ്പള്ളിയിലാണ്, അവിടെ വന്ന് അദ്ദേഹത്തോട്ട് സംസാരിക്കുകയും ഡിസ്കസ് ചെയ്യും, സ്റ്റേറ്റ് ഇടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് വന്നതിൽ ആരെങ്കിലും കണ്ടാൽ തിരിച്ചറിയും എന്നുള്ള വിശ്വാസത്തിൽ പലരുടെയും രേഖാചിത്രം തയ്യാറാക്കി ഈ മാത്യു ജോണിനെയും മകനെയൊക്കെ കാണിച്ചു കൊടുത്തെങ്കിലും അവർക്കൊന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അന്നൊക്കെ എൻ്റെ ഉൾപ്പെടെയുള്ള ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സിൻ്റെ ധാരണ ഈ പറയുന്ന ഡക്കോയിറ്റ് നടത്തുന്ന ഇല്ലെങ്കിൽ ഏതെങ്കിലും ഗുണ്ടാ ടീമായിരിക്കും ഇത് ചെയ്തെന്നുള്ളതായിരുന്നു. അപ്പോൾ ഏകദേശം 2002 തൊട്ട് പിന്നീട് 2012 ഞാൻ ക്രൈംബ്രാഞ്ചിൽ തിരിച്ചു വരുമ്പോഴും ഈ കേസിൽ ക്ലൂ ഒന്നും ആയിട്ടില്ല. അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2012 ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഏൽപ്പിച്ചു കൊടുത്തത് ബിജു സ്റ്റീഫൻ എന്ന് പറഞ്ഞൊരു ഇൻസ്പെക്ടറെയാണ്, ക്രൈംബ്രാഞ്ചിലെ ഇൻസ്പെക്ടറാണ്. അദ്ദേഹം വളരെ നന്നായിട്ട് കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനാണ്. വളരെ നമ്മൾ പലപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു വേറിട്ട രീതിക്ക് ചിന്തിച്ച് കേസിലേക്ക് എവിഡൻസ് കളക്ട് ചെയ്യുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ പലപ്പോഴും ബിജു സ്റ്റീഫൻ എൻ്റെ അടുത്ത് വന്ന് ഞാനായിട്ട് ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്, കാര്യങ്ങൾ പറയും, ചോദിക്കും. അപ്പോൾ ഒരിക്കൽ എൻ്റെ അടുത്ത് വന്നിട്ട് ബിജു സ്റ്റീഫൻ ചോദിച്ചു, സാർ ഈ പറയുന്ന ഒരു പ്രതികളെയും നമുക്കിതിലേക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, ഒരു ക്ലൂവും നമുക്കില്ല. പക്ഷെ മറ്റുള്ള പല ഡക്കോയിറ്റ് കേസ് നമ്മൾ പരിശോധിച്ചിട്ടും ഡക്കോയിറ്റ് കേസ് നടത്തുന്ന പ്രൊഫഷണൽ ടീം ഇല്ലെങ്കിൽ ഗുഡാ ടീം എക്സ്പ്ലോസീവ്സ്, അതായത് ബോംബ് ഉപയോഗിച്ച് ജനങ്ങളെ ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിച്ച് കുറ്റകൃത്യം നടത്തി രക്ഷപ്പെട്ടു പോയ ഒരു എവിഡൻസ് നമുക്കില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബോംബ് ഉപയോഗിച്ച് കുറ്റകൃത്യം നടത്തുന്നവരായിക്കൂടെ? അപ്പോൾ ഞാൻ പറഞ്ഞു പോസിബിലിറ്റി ഉണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ ബിജു പറഞ്ഞു ആ മട്ടിൽ എൻ്റെ ഇൻവെസ്റ്റിഗേഷൻ പോകുന്നുണ്ട് സാർ, എനിക്കതിനെപ്പറ്റി ചില സംശയങ്ങളുണ്ട്, അപ്പോൾ ഞാനതൊന്ന് അന്വേഷിക്കുന്നുണ്ട് സാർ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വളരെ നല്ല കാര്യം, അത് വേറിട്ട രീതിക്ക് പോകുന്നത് നന്നായിരിക്കും. അപ്പോൾ ബിജുവിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. ഇതിനിടയ്ക്ക് ഒരു ദിവസം ബിജു എന്നെ വീണ്ടും അന്ന് ടെലിഫോണിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാർ എനിക്കിതിനെപ്പറ്റി ചില ഇൻഫർമേഷനൊക്കെ ഉണ്ട്, വിവരങ്ങളുണ്ട്, അപ്പോൾ ഒന്ന് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു ബിജു നേരിട്ട് വന്ന് നമുക്ക് സംസാരിക്കാം, നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ബിജു ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വന്നു. അപ്പോൾ ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ ബിജുവിൻ്റെ സംശയം ഈ തീവ്രവാദ ഗ്രൂപ്പായിട്ട് ബന്ധപ്പെട്ട ടീമായിക്കൂടെ ഇത് ചെയ്തിരിക്കുന്നതെന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ചാൻസ് ഉണ്ട്, സാധ്യതയുണ്ട്, നമുക്ക് തള്ളിക്കളയാനാവില്ല. അപ്പോൾ ബിജു പറഞ്ഞു ഞാൻ ആ രീതിക്കൊന്ന് അന്വേഷിക്കുന്നുണ്ട്, എനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ അനുസരിച്ച്, ഒരു വിവരം അനുസരിച്ച് ഇതിൽ പെരുമ്പാവൂർ താമസിക്കുന്ന, ഇതിനു മുമ്പ് കണ്ണൂരും മറ്റുമൊക്കെ പല കുറ്റകൃത്യങ്ങളിലും പെട്ടിട്ടുള്ള തടിയൻ്റെവിടെ നസീർ എന്നറിയപ്പെടുന്ന കേരളത്തിൻ്റെ ലഷ്കർ ഇ ത്വയ്ബ എന്ന് പറയുന്ന തീവ്രവാദ ഗ്രൂപ്പിൻ്റെ കമാൻഡറായിട്ടുള്ള ആളും അയാളുടെ കൂട്ടാളികളുടെ കൂടെ നല്ല ബന്ധമുള്ള ഈ ബോംബ് ഇസ്മായിൽ എന്ന് വിളിക്കുന്ന പെരുമ്പാവൂരിൽ ഇസ്മായിൽ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് സാർ എനിക്കുള്ള വിവരം. അപ്പോൾ ഞാൻ എൻ്റെ ബിജുവിൻ്റെ അടുത്ത് ഇത് ഇൻഫർമേഷൻ ശരിയാണോ അല്ലേ എന്നൊന്നും ചോദിക്കാൻ നിന്നില്ല. കാരണം ആ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അത് ഫർദറായിട്ട് പ്രോബ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടതാണ്. അയാളില്ലെങ്കിൽ അന്വേഷിച്ച് ഇല്ലയെന്ന് ഉറപ്പാക്കേണ്ടതും ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് ഉറപ്പാക്കാനുള്ള ബാധ്യത ബിജുവിനുണ്ടല്ലോ. പിന്നെ ബിജുവിൻ്റെ കൺക്ലൂഷൻസ് പലപ്പോഴും എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പലപ്പോഴും ശരിയാണ്. അപ്പോൾ ബിജു ആ ലൈൻ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അങ്ങനെ തന്നെ കൊണ്ടുപോയി ഇതിനെപ്പറ്റി കൂടുതലായിട്ട് കണ്ടുപിടിക്കുന്നതിനായിട്ട് ഈ ബോംബ് ഇസ്മായിലിനെ ബിജു സ്റ്റീഫൻ പെരുമ്പാവൂരിൽ നിന്ന് കസ്റ്റഡി എടുക്കുകയും ചെയ്തു. അപ്പോൾ ബോംബ് ഇസ്മായിലിനെ ബിജു സ്റ്റീഫൻ ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവരായിട്ടുള്ള കൂടുതൽ അതിൻ്റെ വിവരങ്ങൾ ബിജു സ്റ്റീഫന് കിട്ടി. അപ്പോൾ ബോംബ് ഇസ്മായിലിൽ നിന്നും കിട്ടിയ വിവരങ്ങളനുസരിച്ച് ബോംബ് ഇസ്മായിലാണ് കുറുപ്പമ്പടിയുള്ളൊരു സ്ഥലത്ത് നിന്നും ഈ എക്സ്പ്ലോസീവ്സ് മേടിച്ചിട്ട് താജുദ്ദീൻ എന്ന് പറയുന്ന വെടിമറയിലുള്ള ഒരു PDPൻ്റെ പ്രവർത്തകനും തടിയൻ്റെയുടെ നസീറിൻ്റെ കൂട്ടാളിയുമായിട്ടുള്ള താജുദ്ദീൻ്റെ വീട്ടിൽ വെച്ചാണ് ബോംബ് ഇസ്മായിൽ ബോംബ് ഉണ്ടാക്കുന്നത്. ബോംബ് ഇസ്മായിലിൻ്റെ അഭിപ്രായത്തിൽ 4ഓളം ബോംബ് അന്ന് ബോംബ് ഇസ്മായിൽ നിർമ്മിച്ചു. അപ്പോൾ ഇതിൻ്റെ ഐഡിയ മുഴുവൻ കൊടുത്തത് ഈ പറയുന്ന സാബിർ എന്ന് വിളിക്കുന്ന ഒരാളായിരുന്നു. സാബിർ 2 സാബിറുണ്ട്. ഒന്ന് പെരുമ്പാവൂരുള്ളൊരു സാബിറുണ്ട്, ബോംബ് ഇസ്മായിലിൻ്റെ കൂട്ടുകാരൻ. ആ പെരുമ്പാവൂരുള്ള സാബിറാണ് ഇതിൻ്റെ ഒരു ഐഡിയ കൊടുത്തത്. പക്ഷെ തടിയൻ്റെ കൂടെ നസീറിൻ്റെ കൂടെ അന്ന് വന്നതിൽ വേറൊരു ഷബീറുണ്ട്. ആ ഷബീറിൻ്റെ ബ്രദർ സാബിറുണ്ട്, അയാളും ഈ തടിയൻ്റെ കൂടെ നസീറിൻ്റെ കൂട്ടുകാരനാണ്.
അപ്പോൾ കണ്ണൂക്കാരായ ഷബീറും സബീറും ഈ പെരുമ്പാവൂരിലെ ഷബീറും ഈ കുറ്റകൃത്യത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഈ സാബിറിനെ പറ്റി പറയുമ്പോൾ സാബിറിന് ആ കേസിലേക്ക് എനിക്കൊണ്ട് ബിജുവിന് പിടിക്കാൻ പറ്റിയില്ല. കാരണം അയാളിപ്പോൾ പാകിസ്ഥാനിൽ ആണുള്ളതെന്നാണ് ഇൻഫർമേഷൻ കിട്ടിയ വിവരം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ താജുദ്ദീൻ എന്ന് വിളിക്കുന്ന വെടിമുറക്കാരനും തടിയൻ്റെയുടെ നസീറും പിന്നീട് ബാംഗ്ലൂർ ബോംബ് സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട് ബാംഗ്ലൂർ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്, റിമാൻഡിലാണ്, ജുഡീഷ്യൽ കസ്റ്റഡിയാണ്. കാരണം ഈ കേസ് നമ്മൾ കണ്ടുപിടിക്കുന്നത് 2012 ബിജു സ്റ്റീഫൻ ഇൻഫർമേഷൻ കിട്ടി കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിന് വളരെ മുമ്പ് തന്നെ ഈ പറയുന്ന തടിയൻ്റെയുടെ നസീറും താജുദ്ദീനൊക്കെ ബാംഗ്ലൂർ പോലീസിൻ്റെ കസ്റ്റഡിയിലായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മറ്റൊരു വസ്തുത, ഈ കുറ്റകൃത്യം നടത്താൻ വന്നതിൽ തടിയൻ്റെയുടെ നസീറിൻ്റെ കൂട്ടാളിയും കോയമ്പത്തൂർ പ്രമാദമായ അല്ലെങ്കിൽ വളരെ പ്രസിദ്ധി നേടിയ കേസുണ്ട്. ഭാഷ എന്ന് വിളിക്കുന്ന ഒരാളുണ്ട്, അവിടെ പോലീസുകാരനെ കുത്തിക്കൊന്ന കേസിലെ പ്രതി. ആ കോയമ്പത്തൂർ ടൗണിലുള്ള ഒരുവിധം സ്ഥാനങ്ങൾ മുഴുവൻ തീ കൊടുത്ത് നശിപ്പിച്ച കേസിലൊന്ന് പ്രതിയാണ് ഭാഷ. അയാൾ അന്നത്തെ അറിയപ്പെടുന്ന അൽ ഉമ്മ എന്ന് വിളിക്കുന്ന തീവ്രവാദ ഗ്രൂപ്പിൻ്റെ നേതാവാണ്. തമിഴ്നാട് ഉണ്ടായിരുന്ന നേതാവാണ് അല്ലുമ്മ. നമുക്കറിയാം അല്ലുമ്മ അന്ന് നടത്തിയ ബോംബ് എക്സ്പ്ലോഷൻ മധുര ഓഫീസ്, അന്നത്തെ BJPൻ്റെ ഓഫീസ് ബോംബ് വെച്ച് തകർത്ത കേസിൽ പ്രതിയാണ് ഈ പറയുന്ന ഭാഷ. പ്രസ് ക്ലബിന് ബോംബ് വെച്ച കേസിൽ പ്രതിയാണ്. അപ്പോൾ ഒരുപാട് നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള ഭാഷ എനിക്കൊണ്ട് പിന്നീട് ഭാഷേൻ്റെ കൂടെ സഹായികളുമായിട്ടുള്ളൊരു 3-4 പേരൊന്നുണ്ടായിരുന്നു. ആ 4 പേരും പിന്നീട് കർണാടക പോലീസുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ ബാംഗ്ലൂർ വെച്ച് കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. പക്ഷേ ഇവരുടെ കൂടെ ഭാഷയുടെ കൂടെ തന്നെ ഈ മധുര BJPൻ്റെ ഓഫീസ് വെച്ച കേസിൽ പ്രതിയായിട്ടുള്ള പാവർട്ടിക്കാരായ 2 പേരുണ്ട്. പാവർട്ടി എന്ന് വിളിച്ചാൽ തൃശ്ശൂർ ചാവക്കാട് ഗുരുവായൂരിൻ്റെ അടുത്തുള്ള പ്രദേശമാണ് പാവർട്ടി. ആ 2 പേർ ഇതുവരെ പോലീസിന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് അന്നും അതിനെപ്പറ്റി യാതൊരു ഇൻഫർമേഷൻ കിട്ടിയിരുന്നില്ല. പക്ഷേ ഈ ബിജു സ്റ്റീഫൻ്റെ ഇൻവെസ്റ്റിഗേഷനോട് കൂടി ഈ പറയുന്നവരെ ജയിലിൽ കിടക്കുന്ന താജുദ്ദീനും തടീൻ്റെ നസീർ ഒഴിച്ച് മറ്റുള്ളവരെ അറസ്റ്റ് ചെയ്യാനും കോടതി ഹാജരാക്കാനും ആ കേസിൻ്റെ തെളിവിലേക്ക് എത്തിക്കാനും കഴിഞ്ഞു. ഈ താജുദ്ദീനും തടീൻ്റെ നസീറിനെയും ജുഡീഷ്യൽ കസ്റ്റഡിയിലാണെങ്കിൽ തന്നെ പെർമിഷൻ മേടിച്ച് സാധനം ഒരു ഫോർമൽ അറസ്റ്റ് എന്നാണ് പറയുന്നത്. അതൊരു സുപ്രീം കോടതിൻ്റെ ഡയറക്ഷനോട്ട് ബന്ധപ്പെട്ട് ഒരു ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വേറൊരു കേസിൽ കിടക്കുന്ന ആളെ മറ്റൊരു കേസിലേക്ക് ഉൾപ്പെടുത്തണമെങ്കിൽ ഒരു ഫോർമൽ അറസ്റ്റെങ്കിലും വേണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ജയിലിൽ പോയി അറസ്റ്റ് ചെയ്ത് വീണ്ടും കസ്റ്റഡി മേടിച്ച് അയാളെ കൊണ്ടുവന്ന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ കേസിൽ അന്ന് എനിക്കൊണ്ട് 10-12 കൊല്ലക്കാലത്തോളം യാതൊരു തെളിവില്ലാണ്ട് കിടന്ന കേസിൽ ഒരു തെളിവുണ്ടാക്കാനെന്ന് ഈ പറയുന്ന ബിജു സ്റ്റീഫന് കഴിഞ്ഞു എന്നുള്ളതൊരു വലിയ പ്രസ്താവ്യമായ കാര്യമാണ്. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. ഇതിൽ മറ്റൊരു കാര്യമുള്ളത്, ഈ പറയുന്ന എല്ലാ പ്രതികളും, ഈ പറയുന്ന ബോംബ് ഇസ്മായിൽ, ഷാബിർ, തടീൻ്റെ നസീർ, ഹാലിം എന്ന് വിളിക്കുന്ന ആൾ, ഇവരൊക്കെ നമ്മുടെ കളമശ്ശേരി ബസ് കത്തിക്കൽ കേസിൽ പ്രതികളാണ്. അവരതുകൂടാണ്ട് ഈ പറയുന്ന ഹാലിമിൻ്റെ കൂട്ടുപ്രതിയായിട്ടുള്ള ബസ് കത്തിക്കൽ കേസിൽ പ്രതിയായ അനൂപ് എന്ന് വിളിക്കുന്ന ഒരാളും കൂടി പറവൂര് ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചിട്ട് 50 പൈസ ബാക്കി കിട്ടാനുള്ളതിൻ്റെ തർക്കത്തിൽ അവിടുത്തെ ഹോട്ടലുകാരനെ കുത്തിക്കൊന്ന കേസിൽ പ്രതിയാണ്. അപ്പോൾ അന്നത് കുത്തിക്കൊല്ലാനുണ്ടായ കാരണം അതൊരു പ്രീ കൺസ്യൂവ്ഡ് ഐഡിയ ആണത്. നേരത്തെ പ്ലാൻ ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ അതിൽ വിഷമകരമായ ഒരു കാര്യം, 3 പ്രതികളുണ്ടായിരുന്നു. പക്ഷെ അന്ന് അത് അന്വേഷിച്ചിരുന്ന പോലീസ് ഈ ബൈക്കിൻ്റെ ഉടമസ്ഥനെ പ്രതിയാക്കിയിട്ടാണ് കേസെടുത്തത്. അതിൻ്റെ ഒരു കാരണം, ഈ പ്രതികൾ ഈ അനൂപും ഹാലിമും കൂടി പറവൂരുള്ള ഹോട്ടലിലേക്ക് ചായ കുടിക്കാൻ എന്ന വ്യാജന ചെല്ലുന്നത് ഈ അനൂപിന് പരിചയമുള്ള ഒരുത്തൻ്റെ ബൈക്ക് അവിടെ തടഞ്ഞു നിർത്തി അവനോട് കടം മേടിച്ചിട്ടാണ്. 10 മിനിറ്റിനുള്ളിൽ ബൈക്ക് തരാമെന്ന് പറഞ്ഞ് പോയിട്ടാണ്. പക്ഷേ ആ ബൈക്കിൽ 3 പേരാണ് ഹോട്ടലിൽ ചെല്ലുന്നത്. ഈ പറയുന്ന അനൂപ്, ഹാലിം, വേറൊരാൾ കൂടിയുണ്ടായിരുന്നു. ഈ പറയുന്ന ബൈക്കുകാരൻ ഈ പറയുന്നത് വെടിമറേൻ്റെ അവിടെ വെയിറ്റ് ചെയ്യാനിട്ട് 3 കിലോമീറ്റർ മാറി ബൈക്കിൽ നോക്കി നിൽക്കുകയാണ് തിരിച്ചു വരുമ്പോൾ മേടിക്കാൻ വേണ്ടി. അവിടെ പോയി ഹോട്ടലിൽ വെച്ച് ഇവർ അവനെ കുത്തിക്കൊന്നതിന് ശേഷം ഈ ബൈക്ക് അവിടെ ഉപേക്ഷിച്ച് പോവുകയാണ്. ഇവർ ഓടി രക്ഷപ്പെടുകയാണ്. പറവൂർ പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷനിൽ
അവിടെ 3 പേര് വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കി. അത് ഈ പറയുന്ന അനൂപും ഹാലിയുമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ബൈക്ക് അവിടെ നിന്ന് കിട്ടിയത് കൊണ്ട് 3ാമത്തെ ആൾ ഇവർ ബൈക്കിൻ്റെ ഉടമസ്ഥനാണെന്ന് തെറ്റിദ്ധരിച്ച് ആ ബൈക്കിൻ്റെ ഉടമസ്ഥനെ കൂടി പ്രതിയാക്കിയിട്ടാണെന്ന് കേസ് കൊടുക്കുന്നത്. അങ്ങനെ അതിൽ എനിക്ക് തോന്നുന്നു ഒരു നിരപരാധിയായ ഒരാൾ കൂടി പ്രതിയായിപ്പോയി. അത് പക്ഷേ ഈ പറയുന്ന അനൂപിൻ്റെയും ഹാലിമിൻ്റെയും ബുദ്ധിപൂർവമായൊരു നീക്കം കൊണ്ട് അവരുടെ ഒരു കൂട്ടാളിനെ രക്ഷിക്കുകയും നിരപരാധിയെ ഒരുത്താൻ പ്രതിയായിട്ട് പോവുകയും ചെയ്തതാണ്. ഈ ഹാലിമും ഒക്കെ ഒരുപാട് കേസിൽ പ്രതിയാണ്. എനിക്ക് തോന്നുന്നു കണ്ണൂർ ഒരു വിനോദം എന്ന് പറഞ്ഞ ഒരുത്തനെയും വേറൊരുത്തനെയും കടപ്പുറത്തിട്ട് വെട്ടിക്കൊന്ന കേസിൽ ഈ ഹാലിം തേടിൻ്റെ കൂടെ നസീർക്ക് പ്രതിയാണ്. ഈ ഹാലിമിനെ പറ്റി നമ്മൾ നേരത്തെ സൂചിപ്പിച്ച് പാറപ്പുറത്ത് പോലീസിനെ കൂട്ടിക്കൊണ്ടുപോയി ഇൻകം ടാക്സ് ഓഫീസറാണെന്ന വ്യാജേന വിജിലൻസ് ആണെന്ന വ്യാജേന ഒരു വീട്ടിൽ കയറി ഡക്കോറ്റി നടത്തിയ കേസിലെ പ്രതിയും ഹാലിമാണ്. ഈ കണ്ണൂർ ആ കേസിൽ ഇപ്പോൾ അടുത്ത കാലത്ത് വിട്ടുപോയി നയനാർ സാറിനെ വധിക്കാനൊരു കോൺസ്പിറസി നടത്തി ഒരു ഗൂഢാലോചന നടത്തിയ കേസുണ്ട്. അത് ഈ പറയുന്ന നമ്മുടെ ബോംബ് ഇസ്മായിലും ഹാലിമും തടിയനുടെ നസീറൊക്കെ കൂടിയായിരുന്നു. അന്നവിടെ കള്ളനോട്ട് വ്യാപകമായിട്ട് വിറ്റഴിക്കാൻ ശ്രമിച്ച കേസിൽ അന്ന് കണ്ണൂർ പോലീസ് ഈ പറയുന്ന ബോംബ് ഇസ്മായിലിനെ അവിടെ വെച്ച് അറസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഈ ബോംബ് ഇസ്മായിൽ എനിക്ക് തോന്നുന്നു പലപ്പോഴും ഈ മനസ്സിൽ ഈ തലച്ചോറിനുള്ളിലേക്കൊരു വിഷം കുത്തി വെച്ചാൽ അതിങ്ങനെ കൊണ്ടുനടക്കുന്ന രീതിയിലുള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് ഷബീറിനെ അതുപോലെ ബോംബ് ഇസ്മായിലിനെ ഒക്കെ മനസ്സിലായിട്ടുള്ളത്. പക്ഷേ ഈ കാച്ചപ്പള്ളി കേസ് ഏതായാലും ഡിറ്റക്ഷനാക്കിയത് തെളിവിൽ കൊണ്ടുവരാൻ കഴിഞ്ഞതല്ലേ എനിക്ക് തോന്നുന്നത് ആ പറയുന്ന ടീമിനോട് ഉള്ളൊരു അഭിനന്ദനം അറിയിക്കേണ്ടതാണ്. ഈ 2000 ജാനുവരിയിൽ എന്നെ വലപ്പാട് നിന്നും തൃശ്ശൂർ ടൗണിലേക്ക് മാറ്റി, സി ആയിട്ട് മാറ്റി. അപ്പോൾ ടൗൺ സ്റ്റേഷനിൽ സി ഐ ശരിക്കും SHO ആണ്, സ്റ്റേഷൻ ഹൗസ് ഓഫീസറാണ്. അവർ സർക്കിൾ ഇൻസ്പെക്ടർ എന്നല്ല സാറിന് പറയണേ, അതിനെ പറയാറ് സാറേ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എന്നാണ് പറയാറ്. കാരണം അതിൻ്റെ കീഴിൽ വേറെ ഒരു 2-3 പോലീസ് സ്റ്റേഷനായിട്ട് ഒരു സർക്കിളായിട്ട് ഫോം ചെയ്യുന്നില്ല. അപ്പോൾ സാധാരണ നിലയ്ക്ക് പോലീസിൽ ജോയിനിങ് ടൈം എന്ന് പറഞ്ഞൊരു സാവകാശം കിട്ടും. ഒരു സ്റ്റേഷനിൽ നിന്ന് വേറൊരു സ്റ്റേഷനിലേക്ക് മാറ്റം പോകും. അത് 8 കിലോമീറ്ററിൻ്റെ ദൂരത്തിൽ അധികം ഉണ്ടെങ്കിൽ നമുക്ക് ജോയിനിങ് ടൈം എടുക്കാം. അപ്പോൾ ഞാനേതായാലും 2 ദിവസം ജോയിനിങ് ടൈമൊക്കെ എടുത്തിട്ട് ജോയിൻ ചെയ്യാമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് SP വിളിച്ചിട്ട് പറഞ്ഞു അവിടെ തൃശ്ശൂർ MO റോഡ് എന്ന് പറഞ്ഞാൽ മുനിസിപ്പൽ ഓഫീസ് റോഡ്, തൃശ്ശൂർ മുനിസിപ്പൽ ഓഫീസിൻ്റെ മുമ്പിലുള്ള റോഡിൽ വെച്ചിട്ട് ഒരു കത്തിക്കുത്തുണ്ടായിട്ടുണ്ട്. അതിൽ പരിക്ക് പറ്റിയ ആൾ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ അതിൽ പരിക്ക് പറ്റിയത് ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ അവിടെ സെക്യൂരിറ്റി വാച്ച്മാനായിട്ട് ജോലിയെടുക്കുന്ന 2 പേരാണ്, ഒരു രാജേഷും രമേഷും. അവർ 2 സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ 14-ാം തീയതി അവിടെ വന്ന് ജോയിൻ ചെയ്തു. അപ്പോൾ 13-ാം തീയതി രാത്രി ഈ പറയുന്ന കുത്തുകൊണ്ട രമേഷ് മരിക്കുകയും ചെയ്തു. അപ്പോൾ എൻ്റെ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായത് ആ MO റോഡിൻ്റെ ഭാഗത്തൊരു തട്ടുകടയുണ്ട്. അപ്പോൾ അതിനോട് ഒരു വലിയ തട്ടുകടയെന്ന് പറയാവുന്നത് ഈ സംഭവം നടന്ന ഭാഗത്തുള്ള തട്ടുകടയാണ്. അങ്ങോട്ടും മാറി ചെറിയ ചെറിയ തട്ടുകടയുണ്ട്. അപ്പോൾ ഇത് രാത്രി ചിലപ്പോൾ 2 മണി, അത് പുലർച്ചെ 3 മണി വരെയൊക്കെ വർക്ക് ചെയ്യുന്ന തട്ടുകടയാണ്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വരുന്നവരും KSRTC ബസ്സിൽ നിന്ന് വന്ന് അവിടെ നിൽക്കുന്നവരും, ഇനി രാത്രി ചുമടിറക്കാൻ വേണ്ടി ആ MO റോഡിൻ്റെ ഒരു പ്രത്യേകത, പോസ്റ്റ് ഓഫീസ് റോഡിലും MO റോഡും ചേർന്ന് കൊടുത്ത് ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ വാഹനങ്ങൾ വരും. അപ്പോൾ അതിൽ നിന്നും ലോഡിറക്കുന്ന തൊഴിലാളികളൊക്കെ സാധാരണ ഭക്ഷണം കഴിക്കുന്നതും ചായ കുടിക്കുന്നതൊക്കെ തട്ടുകടയിൽ നിന്നാണ്. സിനിമ കഴിഞ്ഞ് പോകുന്നവരും ഇനി മറ്റുള്ള സെക്യൂരിറ്റി ജീവനക്കാരൊക്കെ ചായ കുടിക്കാനോ ലൈറ്റായിട്ട് ഫുഡ് കഴിക്കുന്നതൊക്കെ തട്ടുകടയിൽ നിന്നാണ്. അത്യാവശ്യം നല്ല ഭക്ഷണം വില കുറഞ്ഞ് കിട്ടുന്നൊരു സ്ഥലമായിരുന്നു തട്ടുകട. അപ്പോൾ തട്ടുകടയിൽ ചായ കുടിക്കാൻ വേണ്ടി രാത്രി സമയത്ത് ചായ കുടിക്കാൻ വേണ്ടി വന്ന ദേവസ്വം ബോർഡിൻ്റെ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ജീവനക്കാരായ വടക്കുന്നാഥൻ ക്ഷേത്രത്തിൻ്റെ അവിടെ അന്നവർക്ക് ഡ്യൂട്ടിയാണ്, സെക്യൂരിറ്റി ഡ്യൂട്ടിയാണ്. ആ ഡ്യൂട്ടിയിലുള്ള 2 പേർക്കാണ് ഈ പറഞ്ഞ കുത്തേറ്റത്, ഒരു രാജേഷും രമേഷും. അപ്പോൾ അതിന് സംഭവം ഉണ്ടാകാൻ എന്താ കാരണം എന്ന് അന്വേഷിച്ചപ്പോൾ ഈ തട്ടുകടയിൽ കുടിക്കാൻ വേണ്ടി വെള്ളം ഗ്ലാസ്സിൽ വെച്ചിരുന്നു. ആ വെള്ളം കൈതട്ടി മറിഞ്ഞ തർക്കവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പറയുന്ന രാജേഷിനും രമേഷിനും കുത്തേക്കുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി നേരത്തെ പോലീസ് ഈ പറയുന്ന തട്ടുകട നടത്തുന്നതിൻ്റെ ഉടമസ്ഥനും അവിടുത്തെ ജോലിക്കാരോടൊക്കെ ചോദിച്ചെങ്കിലും ആരാണ് കുറ്റകൃത്യം നടത്തിയെന്ന് നോക്കാനതിനെപ്പറ്റി ഇൻഫർമേഷനൊന്നുമില്ല. ഈ തട്ടുകടക്കാർ പറഞ്ഞത് ഒരു 4-5 പേർ ഒന്നിച്ചാണ് വന്നത്,
അവരൊന്നിച്ച് വന്നിട്ടാണ് ഭക്ഷണം ചോദിച്ചത്, അവരൊന്നിച്ച് വന്നാണ് ചായ കുടിച്ചിരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവരുമായിട്ട് തർക്കമുണ്ടാകുമ്പോൾ ഈ 4-5 പേര് വന്നെങ്കിൽ ഈ പ്രദേശത്തിൻ്റെ പരിസരത്തുള്ളവരാവാം, ഇല്ലെങ്കിൽ സിനിമ കഴിഞ്ഞ് വരുന്നവരാണെങ്കിലും ഈ തട്ടുകട അവിടെ ഉള്ളത് നടന്നു പോകുമ്പോൾ ആ പ്രദേശത്ത് ഉള്ള ആരെങ്കിലും ആണെങ്കിൽ ആ നടന്നു പോകാവുന്ന ദൂരത്തേക്ക് അതിൽ നടന്നു പോകേണ്ട കാര്യമുള്ളൂ, ഇല്ലെങ്കിൽ വാഹനത്തിലായിരിക്കും. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ തട്ടുകടക്കാരനോട് ചോദിച്ചപ്പോൾ അയാൾ ആദ്യം പറഞ്ഞു എനിക്കിതിനെപ്പറ്റി അറിയില്ല, കണ്ടാലറിയാം. അപ്പോൾ ഉടൻ തന്നെ നമ്മൾ ഇവിടെ ടീമിലുണ്ടായ ചാക്കോയും അവരുടെ കൂടെയൊക്കെ വിളിച്ചിട്ട് ഞങ്ങൾക്കൊരു ആൽബം ഉണ്ട്, തെഫ്റ്റ് കേസായിട്ട് ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതികളുടെ ആൽബം. അത് ഇവിടെ പിടിച്ചാലും കൊള്ളാം, വേറെ ജില്ലയിൽ പിടിച്ചാലും കൊള്ളാം, കിട്ടാവുന്ന ഫോട്ടോ നമ്മൾ കളക്ട് ചെയ്ത് നോക്കും. ഗുണ്ടകളുമായിട്ട് ബന്ധപ്പെട്ടവരുടെ ഒരു ആൽബം, ഗുണ്ടാ കേസിൽ ഉൾപ്പെട്ട അടിപിടി, ബഹളം, കൂട്ടായ്മ കവർച്ച, പിടിച്ചുപറി ഒക്കെ നടത്തുന്ന ഒരു ആൽബം. അപ്പോൾ ഈ ആൽബം മുഴുവൻ കാട്ടി കൊടുത്തപ്പോൾ ഇതിൽ 2 പേരെ ഈ പറയുന്ന തട്ടുകടയിൽ ജോലി എടുക്കുന്ന ജോലിക്കാരനെ ഐഡൻറ്റിഫൈ ചെയ്തു. ആ 2 പേരുടെ പേര് നമുക്ക് കിട്ടി. അപ്പോൾ 2 പേരെ അവിടെ സ്ഥിരമായിട്ട് ഒന്ന് ചായ കുടിച്ച് പോകുന്നവരാണെങ്കിൽ തട്ടുകടേൻ്റെ ഉടമസ്ഥന് അറിയേണ്ടതാണ്. അപ്പോൾ ഉടമസ്ഥനെ വിളിച്ചിട്ട് നമ്മൾ പറഞ്ഞു, നിങ്ങൾ ഈ പ്രതികളെ സഹായിക്കുന്നൊരു സമീപനം എടുത്താൽ ഇതൊരു ഗുരുതരമുള്ള കേസാണ്, നമ്മൾ നിങ്ങളെ കൂടി പ്രതിയാക്കേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ തട്ടുകട നമ്മൾ ഇന്ന് തൊട്ട് അവസാനിപ്പിക്കുകയാണ്, ജീവിതമാർഗം വെട്ടിപ്പോവും, നിങ്ങൾ ജയിലിൽ പോവും. പ്രതികളെ ഹാർബർ ചെയ്യാന്ന് പറഞ്ഞാൽ, ഇല്ലെങ്കിൽ എവിഡൻസ് കൺസിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഒഫൻസാണ്. അതൊരു മർഡർ കേസിൻ്റെ കൂടെ ഒരു 201 തെളിവ് നശിപ്പിക്കുക, 212 IPC എന്ന് പറഞ്ഞാൽ ഹാർബർ ചെയ്യുക, ഒരാളെ സഹായിക്കുക. ഹാർബറിങ്ങിന് വളരെ ഡെഫിനിഷനാണ്, വളരെ വിപുലമായ ഡെഫിനിഷനുണ്ട്. പൈസ കൊടുത്താലും മതി, ഡ്രസ്സ് കൊടുത്താലും മതി, ഭക്ഷണം കൊടുത്താലും മതി, എവിടെയെങ്കിലും താമസിക്കാനുള്ള സൗകര്യം ചെയ്ത് കൊടുത്താലും അതൊക്കെ ഹാർബറിങ് ഒഫൻഡറിൻ്റെ പെർവിയിൽ വരും, ഡെഫിനിഷനിൽ വരും. അപ്പോൾ അയാളോട് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി, നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് പോകേണ്ട, നിങ്ങളെ ഞങ്ങൾ ആദ്യം അറസ്റ്റ് ചെയ്യണം. ഈ 2 പ്രതികളെ ഐഡൻറ്റിഫൈ ചെയ്ത പ്രതികളെ ഞങ്ങൾ പിന്നെ പിടിച്ചോളാം, ബാക്കിയുള്ള നിങ്ങൾ ആദ്യം അറസ്റ്റ് ചെയ്ത് ഞങ്ങൾ റിമാൻഡ് ചെയ്യാൻ കൊടുക്കുകയാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, സാർ രക്ഷിക്കണം, ഞാൻ പറയാം. നമുക്കറിയാം ഈ 2000 കാലഘട്ടത്തിൽ കൊല്ലം മേഖലയിലുണ്ടായ കല്ലുവാതുക്കൽ മദ്യദുരന്തം അറിയാവുന്നതാണ്. അപ്പോൾ ഈ കല്ലുവാതുക്കലുണ്ടായ വ്യാജമദ്യ രാജാക്കന്മാർ, അങ്ങനെ തന്നെ പറയാം നമുക്ക്, വ്യാജമായി മദ്യം കൊണ്ടുവന്ന് സപ്ലൈ ചെയ്യുന്നവർ. അതിൽ മണിച്ചൻ തൊട്ട് മണിച്ചൻ്റെ അനിയനുണ്ടായിരുന്നു. എനിക്കൊണ്ട് മണിച്ചൻ്റെ അനിയൻ്റെ പേര് സുനിൽകുമാർ എന്നാണ് എൻ്റെ ഓർമ്മ.